method of acquiring it. അതാണ് സയൻറ്റിഫിക് റവല്യൂഷൻ എന്ന് പറയുന്നത്. സം ഇമ്പോർട്ടൻറ്റ് സയൻറ്റിഫിക് ഫാക്ട്സ് ദാറ്റ് പ്ലേസ്ഡ് ലോങ് സ്റ്റാൻഡിങ് ബിലീഫ് ഓൺ ദെയർ ഹാർട്ട് ഡ്യൂറിങ് ദ സയൻറ്റിഫിക് റവല്യൂഷൻ ആർ ഈച്ച് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അപ്പോൾ സൂര്യൻ, ചന്ദ്രൻ എല്ലാം പഠനത്തിന് വിധേയം. ഭ്രമണപഥം, നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ച് പുതിയ പുതിയ ഓർബിറ്റ്സ്, പിന്നെ നമ്മുടെ എന്താ പറയുക അച്ചുതണ്ട്, ഭൂമി കറങ്ങുന്നത്, അങ്ങനെ എല്ലാത്തിലും കണ്ടുപിടിച്ച് ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ അത്രയും ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടന്നതുകൊണ്ടാണ് സയൻറ്റിഫിക് റവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ, സയൻസ് പരമായ വിപ്ലവേഷൻ. ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്താ പറയുന്നത്, യു നോട്ട് ദ തിങ് ദർ വാസ് എ ഡയലോഗ് ദാൻ എ ഡിബേറ്റ് ആൻഡ് വെദർ ദ സയൻസ് സൊസൈറ്റി ഷുഡ് അപ്സെറ്റ് ദ സയൻറ്റിഫിക് മോഡൽ വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ. ഡു യു നോ such a discussion happened that time between who unconditionally accepted the scientific model and those who thought uncritical adoption of a scientific model which taxing of unwise. The matter regarding the correlation between sociology science and it remains unsolved everyone of satisfaction until the day. അപ്പോൾ എന്താണ്, സംതൃപ്തിയും കൂടും, ഇൻകം കൂടും, എല്ലാം യാന്ത്രികപരമായിട്ട് മുന്നോട്ട് പോകും അല്ലേ, ഗ്രോത്ത് ഓഫ് സയൻസ് വരുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് സയൻറ്റിഫിക് സ്പിരിറ്റ് എന്താ? യു മൈറ്റ് ഹാവ് ഓൾറെഡി ഹേർഡ് അബൌട്ട് സയൻറ്റിഫിക് ടെമ്പർ. Haven't you? That is a relevant concept even the present day society because scientific temper helps to tide over superstition that we encounter our daily lives. Many misconceptions based traditional belief are uncritically accepted by us. The science utter we become more matter of fact to face situation like sickness and family. The scientific temperament was a feature development as an enlightenment period which unremarkable intellectual development philosophical transformation എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ വേറൊരു ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ പിന്നെ എന്താണ് ടിൻ റവല്യൂഷൻ. ടിൻസ് പറഞ്ഞാൽ എത്രയാ, TWIN, ടിൻസ് പറഞ്ഞാൽ എന്താ, 2 അല്ലേ, ടിൻസ് പറഞ്ഞാൽ എന്താ 2. അപ്പോൾ നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തു കേട്ടോ. പൊളിറ്റിക്കൽ, പ്രാക്ടിക്കൽ, സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പ്രാക്ടിക്കൽ ഡയമെൻഷൻ, എമർജൻസി വരാനുള്ള കാരണം, ഇതിനാണ് കോഴ്സസ്. CAUSES കോഴ്സസ്. ദെൻ സയൻറ്റിഫിക് റവല്യൂഷൻ നമ്മൾ പറഞ്ഞു, ന്യൂ ടെക്നോളജി അല്ലേ. ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് സ്പിരിറ്റ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്താ പറയേണ്ടത്, ടിൻ റവല്യൂഷൻ. എന്താണ് ടിൻ റവല്യൂഷൻ? ടിൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ഇരട്ടകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ റവല്യൂഷൻ? ഒന്ന് ഫ്രഞ്ച് റവല്യൂഷനും ഒന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെയാണ് ടിൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്കറിയാലോ, ഫ്രഞ്ച് റവല്യൂഷനും പിന്നെ എൻലൈറ്റ്മെൻറ്റ് പീരീഡും റെനൈസൻസും ഇൻ്റലക്ച്വൽ ഫോഴ്സും എംപിരിസം. ഇൻ്റലക്ച്വൽ ഫോഴ്സസ് ആണ് റാഷണലിസം, പിന്നെ എംപിരിസിസം ആൻഡ് ഹ്യൂമാനിറ്റേറിയനിസം. പിന്നെ ഐഡിയലിസം ആൻഡ് ട്രാൻസിഷൻ പറഞ്ഞ സോഷ്യോളജി ആൻഡ് ദ എമർജൻസ് ഓഫ് കോംപ്റ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി. അപ്പോൾ നമ്മൾ ടിൻസ് റവല്യൂഷൻ ഏതാണ്, ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും. ഇതിൽ ഫ്രഞ്ച് റവല്യൂഷൻ നിങ്ങൾക്കറിയാം, ഫ്രാൻസിലാണ് ഈ റവല്യൂഷൻ നടന്നത്. കാരണം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഫ്രാൻസിൽ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനെ പറ്റി പഠിക്കുമ്പോൾ സ്വേച്ഛാധിപതികളായ അവിടുത്തെ ഭരണത്തെ പറ്റി പഠിക്കണം. എന്തുകൊണ്ടാണ് അവർ റവല്യൂഷൻ വരാൻ കാരണം? റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മീൻസ് വിപ്ലവം, ചേഞ്ച് എന്നാണ് അർത്ഥം. അപ്പോൾ ആരെങ്കിലും ഒരാൾ അത്രക്ക് ഹേർട്ട് ചെയ്ത് അത് പൊട്ടിച്ചെറിയുന്ന ആ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അത് പൊട്ടിച്ചെറിയുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡു യു നോ ദാറ്റ് ദ മെൻ ദ ടിൻ റവല്യൂഷൻ. അപ്പോൾ ടിൻ റവല്യൂഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ഫ്രഞ്ച് റവല്യൂഷനും പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് എഴുതേണ്ടത്, ട്വിൻസ്. അത് ഇനിയിപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ വേറെ തന്നെ എസ്സേ ചോദിച്ചാലും ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വേറെ തന്നെ എസ്സേ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതും എഴുതണം. അത് വേറെ ചോദിക്കാനാണ്. മറ്റേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ് നോക്കിയപ്പോൾ കണ്ടത് ഫ്രഞ്ച് റവല്യൂഷൻ വേറെ ചോദിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വേറെ എസ്സേ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ ടിന്നായിട്ട് ചെറിയൊരു എന്താ 4 മാർക്കിനൊരു ചോദ്യം കണ്ടിട്ടുണ്ട്, വിച്ച് ആർ ദ നെയിം ഓഫ് ദ ടിൻ റവല്യൂഷൻ. അപ്പോൾ അതിന് ആൻസർ എഴുതുക ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കുറച്ചൊന്നും എഴുതിയാൽ മതി. പക്ഷേ എസ്സേ 12 മാർക്കിന് 8 മാർക്കിനൊക്കെ എസ്സേക്ക് എത്രയാണ്, എന്താണ് അത്യാവശ്യം 1.5 പുറത്തിലൊക്കെ എഴുതേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കണം.
Do you know what is meant by twin revolution? The very well known French Revolution and the first Industrial Revolution in Britain are jointly known as the twin revolution. The importance of the twin revolution should be underestimated in emergence of sociology. The French Revolution signified changes in the political and social lives of people. Similarly, Industrial Revolution transformed of economic fabric of society and subsequently the outlook the people. The significance of these two events not only in the history of sociology but also the entire world in capacity of transform the waves of life and minds of masses. കുറേ ഒരു ലോട്ട് ഓഫ് പീപ്പിൾ, ഒരു പറ്റം ജനങ്ങളുടെ മൈൻഡും അവരുടെ സൊസൈറ്റിയും അവരുടെ സറൗണ്ടിങ്സും ഈവൻ അവരുടെ ഹൗസ് വരെ അത്രക്കും ഡെവലപ്മെൻറ്റ്, ചെറിയ കുഞ്ഞു വീടൊക്കെ ആണെങ്കിലൊക്കെ മാറ്റി ഡെവലപ്ഡ് ആയിട്ട് ജനങ്ങൾ ജീവിക്കുന്ന ആ ഒരു സംഭവമാണ് എന്ത്, അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ റവല്യൂഷൻ കൊണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് യു ഹാവ് ലുക്ക് അറ്റ് ദ ഫ്രഞ്ച് റവല്യൂഷൻ, ഹാവ് യു ഹിയർഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫ്രഞ്ച് റവല്യൂഷൻ? പ്രോബ്ലി ദ വേർഡ് revolution must have been learned by you the first time when you read France under the rule of Louis XIV and Bourbon dynasty was undergoing many crises like social discontent of under common people were distressed or high much talked about question real of imagined by the Queen Mary Antoinette heard about a sort of food among commerce. The Catholic Church was proponent of religious authority in France. ഏറ്റവും തുടങ്ങുന്നത് എന്താണ്? ഫ്രഞ്ച് റവല്യൂഷൻ്റെ പ്രശ്നം തുടങ്ങുന്നത് എന്താണ്? നമ്മുടെ പിന്നെ കാത്തലിക് ചർച്ചിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ. Catholic Church was predominant religious authority in France. The ruling entail enjoyed the already amassed wealth and did to pay any attention to Enlightenment ideas to supported to many so that art for multi demanded more efficient monarchy and some of asked another absolute democracy. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് ഡെമോക്രസിക്ക് വേണ്ടിയിട്ട്, അതായത് ജനാധിപത്യ ഭരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പിന്നെ ഫ്രാൻസിലെ ജനങ്ങൾ തങ്ങളുടെ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നടത്തിയ റവല്യൂഷനാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നത് എവിടെയാണ്? ട്വിൻസ് റവല്യൂഷനാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എവിടെയാണ്? പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അല്ലേ, നമുക്കറിയാം ഇംഗ്ലണ്ടിലാണ്. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വാസ് അണ്ടർ ദ ഫണ്ടമെന്റൽ ഈവൻ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആൻഡ് ഹൗ ദ സൗണ്ട്സ് ഓഫ് ആർ ഫെച്ച്ഡ് ഇൻ ദ ബട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ബർത്ത് ഓഫ് സോഷ്യോളജി ക്ലോസർ ടു വുഡ് ജനറലി ഇമാജിൻ. അപ്പോൾ നമ്മളിതിനെ പ്ലസ് ടുവിലൊക്കെ പഠിച്ചത് ജസ്റ്റ് ഇതെന്താണ്, ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് എന്തില്ല കൂടുതൽ. എന്തായാലും നമ്മളിപ്പോൾ ഡിഗ്രി എത്തി, പ്ലസ് ടുവിന് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനും പഠിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ റവല്യൂഷനും പഠിച്ചിട്ടുണ്ട്. അതൊരു ബേസ് ചെയ്ത് പോയിട്ടുള്ളൂ. പക്ഷേ കൂടുതൽ ആഴത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഉള്ളോട്ട് പഠിക്കുന്നത്, കൂടുതൽ വിവരങ്ങൾ സ്പ്രെഡ് ആവുക എന്നല്ല, കൂടുതലായിട്ട് നമുക്ക് നോളജ് കിട്ടുന്നത് ഈ ഡിഗ്രി ലെവലിലാണ്. കൂടുതൽ എഴുതും വേണം, നോളജ് കിട്ടുക മാത്രമല്ല, അത് നമ്മൾ കടലാസിലേക്ക് എക്സാമിനേഷനിൽ എഴുതും വേണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, പിന്നെ ഫ്രഞ്ച് റവല്യൂഷനെ പറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനും അതായത് കാത്തോലിക് എന്ന് പറയും, ഇതിൽ കണ്ടോ നിങ്ങൾ കണ്ടില്ലേ, church was provident. The Catholic Church was predominant religious authority in France. ഫ്രാൻസിലെ കാത്തോലിക് എന്ന് പറഞ്ഞിട്ടുള്ള the ruling life ended already embedded with wealth and did not pay attention to suffering of the common people. Did you know even the aristocratic enlightenment idea supported of skepticism and critical approach towards the existing political and social system finally had to outlook the popularly known as French Revolution in 1789. 1789 ഫ്രഞ്ച് റവല്യൂഷൻ. അതേപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പോൾ പിന്നെ എൻലൈറ്റ്മെൻറ്റ് പീരീഡ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ടിൻ റവല്യൂഷൻ ഉൾപ്പെടുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. ഇതിൽ പിന്നെ കാത്തലിക് ചർച്ചിൻ്റെ കീഴിൽ നമ്മുടെ പിന്നെ ഫ്രാൻസിലെ ജനത എന്തായി കാറ്റഗറൈസ് ചെയ്തു. പിന്നെ അവിടെ കുറേ ആളുകൾ എന്ത് ചെയ്തു, ഡിമാൻഡ് എഫിഷ്യൻ്റ് മൊണാർക്കി ആൻഡ് സം ആസ്ക്ഡ് അബ്സല്യൂട്ട് ഡെമോക്രസി. ഒരു ജനാധിപത്യം, ജനങ്ങളെ സംരക്ഷിക്കപ്പെടണം എന്ന് അവർ പറഞ്ഞു അല്ലെ. ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത് തിയറി ഹാഡ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ദ റിവോൾട്ടിംഗ് ഫ്രഞ്ച് പോപ്പുലേഷൻ. Then supreme rulers were argued by theorists about social contract. This theory has influence to natural that the main demands of the participants of
revolution and were many greater religious and cultural freedom. Introduction to some form of parliamentary body or represent to common people. എങ്ങനെയാണെങ്കിൽ എന്താണ് അത് കോമൺ പീപ്പിളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കോമൺ പീപ്പിളിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇത് കാത്തലിക് എന്ന് പറഞ്ഞ ഒരു റിലീജിയസ് ആണ്, റിലീജിയസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് സുപ്രീമസി, ഞങ്ങളാണ് ഏറ്റവും സുപ്പീരിയർ ആൾക്കാർ, ഞങ്ങളെ കീഴിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞ ആളുകളെ എന്ത് ചെയ്യുമ്പോൾ പിന്നെ therefore a rights to individual needs to protected even from the rulers, etc. These were deeply inspiring to the revolutionists during the French Revolution. Natural that the main demands of the participants of revolution were many: greater religious and cultural freedom, introduction to some from parliamentary body representing common people. കോമൺ പീപ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാത്തിനും എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇതേപോലെ തന്നെയാണ്. കുറച്ചും കൂടി നിങ്ങൾ എന്ത് എഴുതണം, വാസ്റ്റായിട്ട് കുറച്ചും കൂടി സ്പ്രെഡാക്കി എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ എൻലൈറ്റ്മെൻറ്റും ഇതിൽ തന്നെയാണ് പഠിക്കാനുള്ളത്. പിന്നെ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് റെനൈസൻസ്, ഇറ്റലിയിലെ റെനൈസൻസ് ആണ്. ദെൻ റാഷണലിസം, ഇൻ്റലക്ച്വൽ ഫോഴ്സസ്, എംപിരിസിസം, ഹ്യൂമാനിറ്റേറിയനിസം, ഐഡിയലിസം, ട്രാൻസ്ജെൻഡർ സോഷ്യൽ ഫിലോസഫി ആൻഡ് സോഷ്യോളജി, എമർജൻസ് ഓഫ് കോംപ്റ്റേ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറിയാൽ എന്താ, ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഇൻട്രൊഡക്ഷൻ ഓഫ് സോഷ്യോളജി, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് കോഴ്സസ് ഫോർ എമർജൻസ് ഓഫ് സോഷ്യോളജി, ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ടിൻസ് റവല്യൂഷൻ രണ്ടെണ്ണുള്ളൂ. ടിൻ എന്ന് പറഞ്ഞാൽ രണ്ടാണ്, പക്ഷേ ഇതിൽ എൻലൈറ്റ്മെൻറ്റും ഉണ്ട്, സയൻറ്റിഫിക് റവല്യൂഷനും ഉണ്ട്, ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഉണ്ട്, ഫ്രഞ്ച് റവല്യൂഷനും, കുറേ റവല്യൂഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സാമിന് നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണം, നന്നായി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.